Hi, so welcome to day 2 of my 71 days Winter Arc challenge. Yesterday, after I took the video, my mind was clear to do what is right. ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പർപ്പസ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഞാൻ കുറച്ചുകൂടെ was taking care of my things. I was focused on what I was doing at that moment. So everything was more like clear. എനിക്ക് as I took the video, എൻ്റെ മനസ്സിലേക്കും കൂടെ അത് പതിഞ്ഞു. My mind also took a screenshot of that. So എനിക്ക് കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആവാൻ സാധിച്ചു. പക്ഷേ ഒരു സഡൻ അപ്ഗ്രേഡ് അല്ല, സ്ലോ ആയിട്ട് കുറച്ചായിട്ട് എനിക്ക് ഒരു ക്ലാരിറ്റി കിട്ടി തുടങ്ങി. ആൻഡ് ഐ ഫൗണ്ട് myself being aware of the situation that I was in. Thankful. Yesterday വെറൈറ്റി ആയിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഞാൻ കളിക്കാൻ ഐ ആം എ ബാഡ്മിൻ്റൺ എന്തൂസിയാസ്റ്റ്. എനിക്ക് ബാഡ്മിൻ്റൺ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കളിക്കാൻ പോകുമ്പോൾ യൂഷ്വലി ഞാൻ പോകാറ് സ്കൂട്ടറിലാണ്. അപ്പം അതിനൊരു എഫേർട്ടില്ല, ജസ്റ്റ് പോയി കളിക്കുക തിരിച്ചു വരിക അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ യെസ്റ്റർഡേ ഐ ടുക്ക് മൈ സൈക്കിൾ. ഞാൻ എൻ്റെ ഗിയർലെസ് സൈക്കിൾ എടുത്തു, സൈക്കിളിലാണ് കളിക്കാൻ പോയത്. അപ്പം ഇറ്റ് വാസ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ഞാൻ അങ്ങനെ അത്രയും ചവിട്ടി പോയപ്പോൾ തന്നെ എൻ്റെ ഒരു കാർഡിയാക് മസിൽസ് അവിടെ വർക്ക് ചെയ്തു. അപ്പം എനിക്ക് കുറച്ചുകൂടെ ഒന്ന് ഫോക്കസ് ചെയ്യാൻ സാധിച്ചു. ആ ഒരു അത്രയും കിലോമീറ്റർ ചവിട്ടി ഇത് കഴിഞ്ഞ് കളിച്ചപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചുകൂടെ കോർട്ടിൽ കുറച്ചുകൂടെ ഒരു കോൺസെൻട്രേഷൻ കിട്ടി. ഐ ഡോണ്ട് നോ വൈ. അത് എന്തെങ്കിലും ഒരു സയൻറ്റിഫിക് പ്രൂഫ് അതിന് കണ്ടാവും. ബട്ട് ഈസ് ഗുഡ്. അങ്ങനെ ഒരു മാറ്റം വരുത്തി. ഇപ്പം ഞാൻ കണ്ട പോഡ്കാസ്റ്റിലും അതുപോലെ തന്നെ വീഡിയോസിലും ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്താണോ ഹാർഡസ്റ്റായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ല നമ്മുടെ എന്താണ് ഹാർഡസ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ വേ, അതായിരിക്കും നമ്മുടെ അമിഗ്ഡല, നമ്മുടെ ബ്രെയിനിനകത്തുള്ള ആ ഒരു പാർട്ടിനെ ബിഗറാക്കുന്നത്. ഐ തിങ്ക് ഇപ്പോൾ എൻ്റെ അത് വളരെ സ്മോൾ ആയിരിക്കും, കാരണം ഞാൻ ദ മോസ്റ്റ് ലേസിയസ്റ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ്. അങ്ങനെയാണ് ഞാൻ എൻ്റെ മൈൻഡിനെ ഇത്രയും നാളും ബിൽഡ് ചെയ്തുകൊണ്ട് വന്നിരുന്നത്. അപ്പം അത് ചേഞ്ച് ചെയ്യാനായിട്ട് ഇതുപോലത്തെ കുറച്ച് ഹാർഡ് ഡിസിഷൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതുപോലെ ഇഫ് ഐ കണ്ടിന്യൂ ടു ഡു ദിസ്, ഐ ഗെസ് മൈ അമിഗ്ഡല വിൽ ബി മച്ച് ബിഗർ ദാൻ യെസ്റ്റർഡേ ഡേ ബിഫോർ യെസ്റ്റർഡേ. അങ്ങനെ പതിയെ ബിൽഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ ആഫ്റ്റർ ദ പ്ലേ ഞാൻ കുറച്ചുകൂടെ 100 സ്കിപ്പ് ചെയ്തു. അതുപോലെ തന്നെ കുറച്ചധികം വർക്കൗട്ട്സ് അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തി. പ്ലേയിങ് ബാഡ്മിൻ്റൺ ഒരു വഴിക്ക് നടന്ന് ബാഡ്മിൻ്റൺ കളിച്ചു. അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് ഐ ടുക്ക് സം പുഷപ്പ് എടുത്തു. പിന്നെ കുറച്ച് സ്ക്വാട്ട്സ് ചെയ്തു. ദാറ്റ് വാസ് ഓൾ ഗുഡ്. എനിക്ക് അങ്ങനെ കുറച്ചധികം മെൻ്റൽ ക്ലാരിറ്റി ഗെയിൻ ചെയ്യാൻ പറ്റി. ആ വർക്കൗട്ടൊക്കെ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മൈൻഡിന്, അല്ല നമ്മുടെ ബോഡിക്ക് നമ്മളോടൊരു താങ്ക്ഫുൾനെസ് ഉണ്ട്. ഇറ്റ് ഈസ് എ വേ ഓഫ് അപ്പോളജൈസിങ് ടു അവർ സെൽഫ്. നമ്മളെ തന്നെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ പണ്ടും കൺസിസ്റ്റൻസി ഇല്ലാത്ത സമയത്ത് വെൻ ഐ വാസ് ഓൺ ഡൂയിങ് സം വർക്കൗട്ട്സ് ആൻഡ് ഓൾ ഞാൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്താണെങ്കിലും എൻ്റെ ബോഡിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായിരുന്നു ആ ഒരു രാത്രി കിടക്കുന്ന സമയത്ത്. ഇറ്റ് വാസ് ഗുഡ്. അങ്ങനെ ഒരു ഫീലിംഗ് വളരെയധികം നല്ലതാണ്. അങ്ങനെ ഞാൻ ഇന്നലെ എനിക്ക് അത് ഫീൽ ചെയ്തു. പിന്നെ ഞാനത് തിരിച്ചു വന്നു കഴിഞ്ഞിട്ടും എൻ്റെ ആ ഫോക്കസ് നഷ്ടപ്പെട്ടില്ല. ഞാൻ കുറച്ച് നേരം സ്ക്രോൾ ചെയ്തെങ്കിലും കുറച്ച് സ്ക്രീൻ ടൈം ഉണ്ടായി. പക്ഷേ അത് ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു പോസിറ്റീവ് കണ്ടൻസ് മാത്രമേ ഇതിനകത്ത് കണ്ടിട്ടുള്ളൂ. എൻ്റെ ഇൻസ്റ്റാഗ്രാമാണ് മോസ്റ്റ്ലി എന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത് ഫോർ ദ നെഗറ്റീവ് സൈഡ്. എൻ്റെ ബാഡ് ഹാബിറ്റ്സിനെ ഡ്രൈവ് ചെയ്തിരുന്ന ട്രിഗർ ചെയ്തിരുന്നൊരു ഫാക്ടറായിരുന്നു ഇൻസ്റ്റാഗ്രാം. യൂഷ്വലി ഞാനത് കട്ട് ഓഫ് ആക്കാറാണ്, ഡിലീറ്റ് ചെയ്യാറുണ്ട്. ബട്ട് എനിക്കത് മനസ്സിലായ എന്താണെന്ന് വെച്ചാൽ, നമ്മളത് ഡിലീറ്റ് ചെയ്താലും ചെയ്യാൻ നമുക്ക് ഇപ്പോൾ നോക്കാൻ ആഗ്രഹം തോന്നുക പിന്നെ നമ്മളത്
ഇൻസ്റ്റാൾ ചെയ്യും. ഇത് ഫോൾസ്, നമ്മളെ തന്നെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ്ലി ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ചെയ്യുന്നതിന് അർത്ഥമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം അത് സ്റ്റോപ്പ് ചെയ്തിപ്പോൾ മോസ്റ്റ്ലി ഞാൻ അത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കുറച്ചുകൂടി ഒരു നീറ്റ് കണ്ടൻറ്റ്സ് ഞാനത് അൽഗോരിതം അങ്ങനെ ചേഞ്ച് ചെയ്തു. ഇതിന് അതിനകത്ത് വരുന്ന മോട്ടിവേഷൻസ് ആർ ജസ്റ്റ് ഡോപ്പമിൻ എൻഹാൻസേഴ്സ്. പക്ഷെ അത് എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവ് സൈഡ് അതിനൊന്നും വരുന്നില്ല. ഡോപ്പമിൻ ആഡപ്പ് ആവത്തേ ഉള്ളൂ. നല്ല കാര്യം, നല്ല ഡോപ്പമിൻ, ഇറ്റ്സ് എ ഗുഡ്. അത് ചെയ്തതിലും ഐ ആം പ്രൗഡ്. അതൊരു നല്ല കാര്യമാണ്. സോ ബെറ്റർ മേക്ക് ഇറ്റ് ക്ലിയർ. അങ്ങനെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കും. കാരണം സോഷ്യൽ മീഡിയ ഈസ് കൈൻഡ് ഓഫ് എ പാർട്ട് ഓഫ് അവർ ലിവിങ്. നമ്മളിപ്പം അങ്ങനെ ആയിട്ടുണ്ട്. സോ പിന്നെ കുറച്ച് നേരം സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ഞാൻ ഫുഡിലേക്കൊക്കെ പോയി. ഫുഡ് ഫോക്കസ് ചെയ്തപ്പോഴും ഞാൻ യൂഷ്വലി ഐ ഡോണ്ട് ഈറ്റ് ദാറ്റ് മച്ച്. ഞാൻ കുറച്ചുകൂടി ഒന്ന് ഫുഡ് കഴിച്ചു. പിന്നെ കുറച്ചുകൂടെ അധികം ഇന്നലെ രാത്രി ഞാൻ ഫുഡ് കഴിച്ചു. പിന്നെ ഫുള്ള് കഴിച്ചു. ഞാൻ മിച്ചം വെക്കാതെ മൊത്തം കഴിച്ചു. ദാറ്റ് വാസ് ഓൾസോ ഗുഡ്. പിന്നെ ദെൻ ഞാൻ ബുക്ക് വായിച്ചു, പ്രാർത്ഥിച്ചു, ജേർണൽ ചെയ്തു, പിന്നെ കിടന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ്, കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ കിടന്നത്. സ്ലീപ്പിംഗ് ടൈമിങ് കുറച്ച് ലാഗായിപ്പോയി. ഒരു 1 o'clock വരെ ഇരിക്കേണ്ടി വന്നു. പക്ഷേ ഇത്രയും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഇരുന്നത്. ഈവൻ ദോ 15 minutes or 10 minutes ഒക്കെ ജേർണൽ ചെയ്തുള്ളെങ്കിലും ഇറ്റ്സ് എ പ്രോഗ്രസ്. ഒരു ഫസ്റ്റ് ഡേ ഇരിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു ടോപ്പ് ലെവലിൽ ചെയ്യാൻ പറ്റി. ഇറ്റ്സ് എ ഗുഡ് തിങ് എനിക്ക് തോന്നുന്നു. അങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു ഹാബിറ്റ് ഫോം ചെയ്യുകയാണെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും. നമുക്ക് ഈ ടൈം കൂട്ടി വരാൻ പറ്റും. ഓക്കെ, അതായിരുന്നു എൻ്റെ day 1 ദെൻ മോർണിംഗ് ഞാൻ ഇന്ന് എഴുന്നേറ്റപ്പോഴത്തേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് 4:30 ഞാൻ അലാറം വെച്ചത്. ഞാൻ ഇന്നലെ രാത്രി ടാസ്ക് എഴുതിക്കൊണ്ടായിരിക്കണം ഇന്ന് എനിക്ക് 4 o'clock എഴുന്നേക്കാൻ പറ്റി. പിന്നെ ഇവിടെ അപ്പച്ചനെ നോക്കാനാണെങ്കിലും അപ്പച്ചൻ രാവിലെ എഴുന്നേക്കും ഫോർ യൂറിനേറ്റ്. അപ്പോൾ അപ്പച്ചനെ എഴുന്നേൽപ്പിക്കാനാണെങ്കിലും ഞാൻ എഴുന്നേറ്റപ്പോൾ കുറച്ച് എൻ്റെ മൈൻഡ് കുറച്ച് ഡ്രൈ ആയിരുന്നു. വെള്ളം കുടിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ വെള്ളം സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അടുത്താണ് കിടന്നത്. അപ്പം വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒന്ന് മൈൻഡ് സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കുഴപ്പമില്ലായിരുന്നു. നമുക്കെല്ലാം ചെയ്യാൻ പറ്റി. പക്ഷേ ഒരു നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പ്രാർത്ഥിച്ചു, ജേർണൽ ചെയ്തു രാവിലെ. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്ന് കിടന്നുപോയി. ജസ്റ്റ് ചുമ്മാ ഒന്ന് കിടന്നതാണ്. ഒന്ന് ചാരിയപ്പോഴത്തേക്ക് ഞാൻ ഉറങ്ങിപ്പോയി. ഒരു 6 o'clock to 9, ഇപ്പോൾ 9 രാവിലെ ആയപ്പോഴത്തേക്ക് ഞാൻ അത്രയും നേരം കിടന്ന് ഉറങ്ങുമായിരുന്നു. ആ ഒരു സെക്കൻഡ് ഉറക്കം ഒരു നെഗറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നി. പക്ഷേ ഐ വോക്ക് അപ്പ്. രാവിലെ എഴുന്നേൽക്കാൻ എനിക്ക് പറ്റി. ഞാൻ രാവിലെ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നടക്കാൻ പോവുക, രാവിലെ കളിക്കാൻ പോവുക, എന്നിട്ട് എക്സസൈസ് ചെയ്യുക. ആ ഒരു പ്ലാനിങ് കംപ്ലീറ്റ് തെറ്റിപ്പോയി. അത് പക്ഷേ ഇറ്റ്സ് എ നെഗറ്റീവ് സൈഡ്. ഓക്കെ, ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ തെറ്റുകൾ പറ്റാം. അതിപ്പോൾ ക്ലിയർ ചെയ്ത് പോവുക. നാളെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സംഭവിക്കില്ല. കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിരിക്കും. ഉറക്കം ഈസ് ഓൾസോ വൺ തിങ് ഐ ഷുഡ് ചേഞ്ച്. എൻ്റെ ഉറക്കത്തിൻ്റെ സ്കെഡ്യൂൾ സംടൈംസ് ഈസ് വെരി ബാഡ്. ഞാൻ രാവിലെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് കിടന്നുറങ്ങും. ഇറ്റ്സ് എ ലോങ് ടൈം വേസ്റ്റിംഗ് ജസ്റ്റ് സ്ലീപ്പിംഗ്. അപ്പോൾ ആ ഒരു ടൈം സെറ്റ് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ഒരു വിൻ്റർ ആർക്ക് തീരുന്ന December 31 എൻ്റെ സ്ലീപ്പിംഗ് സ്കെഡ്യൂൾ ഐ വിൽ ബി ബിൽഡിംഗ് ബെറ്റർ സ്ലീപ്പിംഗ് സ്കെഡ്യൂൾ ആസ് വെൽ ആസ്. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയാലും ഐ ആം താങ്ക്ഫുൾ ടു ഗോഡ്. രാവിലെയും രാത്രിയും പ്രാർത്ഥിക്കാൻ പറ്റി. ഇറ്റ്സ് നോട്ട് എ ബിഗ് പ്രെയർ. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ജസ്റ്റ് ബീങ് താങ്ക്ഫുൾ ടു ഗോഡ്, forgive my sins, that's all. അത്രയും ഞാൻ പറഞ്ഞുള്ളൂ. കമ്മിങ് ഡേയ്സിൽ എൻ്റെ പ്രാർത്ഥനയുടെ ലെങ്ത്ത് കൂട്ടി വരാം. സോ സ്ലോ പ്രോഗ്രസ് ഇസ് എ ബെറ്റർ പ്രോഗ്രസ് ദാൻ നോ പ്രോഗ്രസ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോകാനാണ് എൻ്റെ ഫെയ്ത്ത് എന്നെ പഠിപ്പിക്കുന്നത്. സോ ദാറ്റ്സ് day 1. ഇപ്പോൾ day 2 കടന്നു. day 2 ഈ ഒരു ഫോക്കസ് മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് പറ്റണം. Now the video is about to end. So thank you. Bye.